ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇത് ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിൽ സെക്കൻഡ് മൊഡ്യൂളിൽ കൺഫോമൽ മാപ്പിംഗിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ബിടെക് മാത്തമാറ്റിക്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഞാൻ ഉപയോഗിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ കോംപ്ലക്സ് കൺഫോമൽ മാപ്പിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് സെഡ് AZ പ്ലസ് ബി ബൈ CZ പ്ലസ് ഡി വേർ AD മൈനസ് BC നോട്ട് ഈക്വൽ ടു 0 ഈ ഫോർമാറ്റിലാണെങ്കിൽ ഈ രീതിയിൽ വരുന്ന ഫംഗ്ഷൻ W ഈക്വൽ ടു AZ പ്ലസ് ബി ബൈ CZ പ്ലസ് ഡി എന്ന് പറയുന്ന ഈ ഫോർമാറ്റിൽ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് കോമൺലി നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുക. അപ്പോ ഇതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ AZ പ്ലസ് ബി ബൈ CZ പ്ലസ് ഡി. നെക്സ്റ്റ് ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഫിക്സഡ് പോയിന്റ്സ് കുറച്ച് ഡെഫിനിഷൻസ് ആണ്, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഫിക്സഡ് പോയിന്റ്സ് എന്താണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്? അതായത് W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു Z. ഇതിനെ സെഡിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ ആ മാപ്പിംഗ് ആ പോയിന്റുകളെയാണ് നമ്മൾ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആയിട്ടുള്ള പോയിന്റുകളെയാണ് ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുകയാണെങ്കിൽ ഐഡന്റിറ്റി മാപ്പിംഗിൽ എല്ലാ പോയിന്റുകളും എന്തുതന്നെയായിരിക്കും ഫിക്സഡ് പോയിന്റുകൾ തന്നെയായിരിക്കും. ഐഡന്റിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആണ്. എല്ലാ പോയിന്റിലും എഫ് ഓഫ് സെഡ് എന്താണ് സെഡ് തന്നെയാണ് ഐഡന്റിറ്റി മാപ്പിംഗിൽ. അപ്പൊ ഓൾ പോയിന്റ്സ് ആർ ഫിക്സഡ് പോയിന്റ്സ് ഇൻ ഐഡന്റിറ്റി മാപ്പിംഗ്. ഇനി ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിലാണെങ്കിൽ അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം 2 ഫിക്സഡ് പോയിന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാപ്പിങ്ങിനകത്ത് മോർ ദാൻ 2 ഫിക്സഡ് പോയിന്റ്സ് വരുന്നുണ്ട് വിചാരിക്കുക. മോർ ദാൻ 2 രണ്ടിൽ കൂടുതൽ ഫിക്സഡ് പോയിന്റുകൾ വരുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ മാപ്പിംഗ് എന്ത് മാപ്പിംഗ് ആയിരിക്കും? ഐഡന്റിറ്റി മാപ്പിംഗ് ആയിരിക്കും. ഇതും ഐഡന്റിറ്റി മാപ്പിംഗിന്റെ ഫിക്സഡ് പോയിന്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. W ഈക്വൽ ടു Z ആയിട്ട് വരുന്ന പോയിന്റുകളെയാണ് നമ്മളൊരു ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് ഐഡന്റിറ്റി മാപ്പിംഗിലാണെങ്കിൽ എല്ലാ പോയിന്റുകളും ഫിക്സഡ് പോയിന്റുകളായിരിക്കും. ഓൾ പോയിന്റ്സ് ആർ ഫിക്സഡ് പോയിന്റ്സ്, ഓൾ പോയിന്റ്സ്. ദെൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ വരികയാണെങ്കിൽ മാക്സിമം എത്ര ഫിക്സഡ് പോയിന്റുകളെ ഉണ്ടാവുള്ളൂ? 2 ഫിക്സഡ് പോയിന്റുകളെ ഉണ്ടാവുള്ളൂ. ഇനി രണ്ടിൽ കൂടുതൽ ഫിക്സഡ് പോയിന്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാപ്പിംഗ് ഉണ്ടെങ്കിൽ ആ മാപ്പിംഗ് എന്തായിരിക്കും? ഐഡന്റിറ്റി മാപ്പിംഗും ആയിരിക്കും. ഫൈൻഡ് ദ ഫിക്സഡ് പോയിന്റ്സ് ഓഫ് ദ മാപ്പിംഗ്സ്. തന്നിട്ടുള്ള മാപ്പിംഗ്സിലെ ഫിക്സഡ് പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ W ഈക്വൽ ടു 1/Z ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ W ഈക്വൽ ടു A പ്ലസ് IB ഇൻറ്റു Z². അപ്പൊ ഇതിലെ ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് പോയിന്റ് കിട്ടുന്നത് W ഈക്വൽ ടു Z ആവുമ്പോഴാണ് അല്ലെ. ഓൾറെഡി നമുക്ക് W എന്ത് വന്നിട്ടുണ്ട്? 1/Z വന്നിട്ടുണ്ട്. Therefore Z is equal to 1/Z എന്ന് വരും. നിങ്ങളുടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ Z² is equal to 1, Z is equal to plus or minus 1. അപ്പൊ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിക്സഡ് പോയിന്റ്സ് ആർ +1 ആൻഡ് -1. ഇത് രണ്ടുമാണ് ഈ ഒരു ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഈ ഇതിലേക്ക് വരികയാണെങ്കിൽ W ഈക്വൽ ടു Z ആകുമ്പോഴാണ് ഫിക്സഡ് പോയിന്റ് വരിക. അപ്പൊ നമുക്ക് A പ്ലസ് IB ഇൻറ്റു Z² is equal to Z എന്ന് എടുക്കാം. ഇതിന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് വരും A പ്ലസ് IB ഇൻറ്റു Z² മൈനസ് Z ഈക്വൽ ടു 0 എന്ന് വരും. Z ഔട്ട് സൈഡ് എടുത്താൽ Z ഇൻറ്റു A പ്ലസ് IB ഇൻറ്റു Z മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. Z ഈക്വൽ ടു 0 എന്ന് കിട്ടും. A പ്ലസ് IB ഇൻറ്റു Z ഈക്വൽ ടു 1 എന്ന് കിട്ടും. മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈ -1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 എന്ന് വരും. Z is equal to 1/A plus IB അല്ലെ. 1/A plus IB ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് എടുത്തിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പർ മാറ്റാൻ വേണ്ടി A minus IB by A minus IB കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ മുകളിൽ നമുക്ക് A minus IB by കോംപ്ലക്സ് നമ്പർ ഇൻറ്റു കോൺജുഗേറ്റ് A² plus B² എന്ന് കിട്ടും. അപ്പോ ഇതാണ് ഈ രണ്ട്
ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഇതൊക്കെയാണ്. z ഈക്വൽ ടു 0 ഒന്ന്, പിന്നെ z ഈക്വൽ ടു a മൈനസ് ib ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റുകളാണ് ഇത് രണ്ടും. നെക്സ്റ്റ് ക്രോസ് റേഷ്യോ. ഇതൊരു കോംപ്ലക്സ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. 4 പോയിന്റുകൾ, ഇപ്പൊ z1, z2, z3, z4, ഈ 4 പോയിന്റുകളുടെ ക്രോസ് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്രോസ് റേഷ്യോ z1, z2, z3, z4, and it is defined as z1 minus z2 into z3 minus z4 divided by z2 minus z3 into z4 minus z1. Okay, നോക്കുക, z1 minus z2, z3 minus z4, 1, 2, 3, 4 എന്നുള്ള ഓർഡറിലാണ്. പിന്നെ വരുന്നത് ഈവൻ മൈനസ് ഓഡ് എന്ന് പറയുന്ന ഓർഡറിൽ z2 മൈനസ് z3 ആൻഡ് z4 മൈനസ് z1. ഇതാണ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത്. ക്രോസ് റേഷ്യോയിൽ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രിസർവ്സ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് നമുക്കിപ്പോ ഇവിടെ z1, z2, z3, z4 എന്ന് പറയുന്ന 4 പോയിന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 4 പോയിന്റുകളെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് w1, w2, w3, w4 എന്ന് പറഞ്ഞ 4 പോയിന്റുകളിലേക്കാണെങ്കിൽ ഈ 4 പോയിന്റുകളുടെ ക്രോസ് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രിസർവ്സ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് z1, z2, z3, z4നെ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് w1, w2, w3, w4 ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് ക്രോസ് റേഷ്യോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്രോസ് റേഷ്യോ പ്രിസർവ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ക്രോസ് റേഷ്യോ ഓഫ് z1, z2, z3, z4 is equal to w1, w2, w3, w4. ക്രോസ് റേഷ്യോ ഓഫ് w1, w2, w3, w4 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. കാരണം ഇതിനകത്തുന്ന ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇതിനകത്താണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനുള്ളത്. അതായത് നമുക്കൊരു 3 പോയിന്റുകൾ തരും. ആ 3 പോയിന്റുകൾ മാപ്പ് ചെയ്യുന്ന വേറൊരു 3 പോയിന്റുകൾ, സെഡിന്റെ 3 വാല്യൂസ് തരും. അത് മാപ്പ് ചെയ്യുന്ന ഡബ്ല്യുവിന്റെ ഒരു 3 വാല്യൂസ് തരും നമുക്ക്. ദെൻ നമ്മളോട് പറയും ഈ മാപ്പിംഗ്സ് ഇങ്ങനെ ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡബ്ല്യുവിന്റെ വാല്യൂ ആണ് ഇൻ ടേംസ് ഓഫ് സെഡ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ അതിന് നമുക്ക് ക്രോസ് റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് 0, 1, 2 ഓൺ ടു 1, 1/2, 1/3. 0, 1, 2 എന്ന് പറയുന്ന ഈ പോയിന്റുകളെ 1, 1/2, 1/3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ സെഡിന്റെ വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാം. z1 ഈക്വൽ ടു 0, z2 ഈക്വൽ ടു 1, z3 ഈക്വൽ ടു 2. ഇനി ഒരു z4 കൂടെ ക്രോസ് റേഷ്യോ എഴുതാൻ നമുക്ക് വേണം. അതിന്റെ z4ന്റെ വാല്യൂ നമ്മൾ സെഡ് ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇമേജസ് ആണ് w1 ഈക്വൽ ടു 1, w2 ഈക്വൽ ടു 1/2, w3 ഈക്വൽ ടു 1/3 ആൻഡ് w4 ഈക്വൽ ടു w. ഓക്കെ, ഇനി ക്രോസ് റേഷ്യോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്രോസ് റേഷ്യോ പ്രിസർവ് ചെയ്യും എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ക്രോസ് റേഷ്യോ ഓഫ് z1, z2, z3, z4 is equal to w1, w2, w3, w4. Cross ratio of z1, z2, z3, z4 is equal to cross ratio of w1, w2, w3, w4. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ ആക്കി മാറ്റാം. ആദ്യം ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z1 മൈനസ് z2 ഇൻറ്റു z3 മൈനസ് z4 ഡിവൈഡഡ് ബൈ z2 മൈനസ് z3 ഇൻറ്റു z4 മൈനസ് z1 that is equal to w1 minus w2 into w3 minus w4 divided by w2 minus w3 into w4 minus w1. ഇതാണ് ക്രോസ് റേഷ്യോന്റെ ആ ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷനിൽ ഈ പോയിന്റുകൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ z1 0, 1 ഈ ഓർഡറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് z ഡിവൈഡഡ് ബൈ z1 മൈനസ് z2 ഇൻറ്റു z3 മൈനസ് z4 എഴുതിയിട്ടുണ്ട്. ഇനി z2 മൈനസ് z3 1 മൈനസ് 2 ഇൻറ്റു z4 മൈനസ് z1 z മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു w1 മൈനസ് w2 1 മൈനസ് 1/2 ഇൻറ്റു w3 മൈനസ് w4 1/3 minus w divided by w2 minus w3 1/2 minus 1/3
into W minus W1. W4 minus W1, W minus 1. ഇതാണ് നമുക്ക് ക്രോസ് റേഷ്യോ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ W എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടത് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട്, സിംപ്ലിഫൈ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്ക് ജസ്റ്റ് വെറുതെ സിംപ്ലിഫൈ നോക്കാം. -1 into 2 minus z divided by 1 minus 2 minus 1 into z, അല്ലെ, equal to 1 by 2 minus 1 minus 1 by 2, 1 by 2, 1 by 2 into 1 by 3 minus W divided by, ഇത് ക്രോസ് ചെയ്യണം, 3 minus 2, 1 by 6 into W minus 1. ഇവിടെ -1 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 minus z by z equal to ഇവിടെ 1 by 2 into 1 by 3 minus W divided by ഈ 1 by 6 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, അല്ലെ. 1 by 6 മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 6 by 1 വരും. 6 by 1 into 6 by 1 into W1 minus W minus 1 എന്ന് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ W minus 1 into 2 minus z equal to ഇവിടെ 3 ഉണ്ട്. 3 into 1 by 3 minus W into z. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2W minus WZ minus 2 plus z equal to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 minus 3W, sorry, 3 by 3 1 ആണ് വരിക, അല്ലെ. 1 minus 3W into z. ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ z minus 3W z. ഇവിടെ 2W minus WZ minus 2 plus z വരും. ഇവിടുത്തെ പ്ലസ് z എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് വരുന്ന ആ ടേം നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. 2W minus WZ minus 2 അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3WZ എന്ന് കിട്ടും, ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എത്ര WZ ഉണ്ട്, മൈനസ് WZ ഉണ്ട്, പ്ലസ് 3WZ ഉണ്ട്. അപ്പൊ എന്ത് വരും, 2WZ. പിന്നെ ബാലൻസ് ഇവിടെ ഓൾറെഡി പ്ലസ് 2W ഉണ്ട്, 2W, പിന്നെ മൈനസ് 2 ഈക്വൽ ടു 0 വരുന്നുണ്ട്. 2 നമുക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ WZ പ്ലസ് W മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2 കൊണ്ട് ക്രോസ് ചെയ്താൽ 0 വരും. WZ പ്ലസ് W ഈക്വൽ ടു 1 എന്ന് വരും. W into Z plus 1 equal to 1. W equal to 1 by Z plus 1. ഇത് വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട്. കോമ്പണന്റോ ഡിവിഡന്റോ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഇത് കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയേക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്നുണ്ടോന്നും, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടുന്നുണ്ടോന്നും, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 കിട്ടുന്നുണ്ടോന്നും ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, സെറ്റിന് പകരം 0 കൊടുത്ത് നോക്കിയത് എന്താ വരിക, 1/1 അല്ലെ. സെറ്റിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 1/1 plus 1, 1/2 അല്ലെ, കറക്റ്റ് ആണ്. 2 കൊടുത്തു കഴിഞ്ഞാൽ 1/3 കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ആൻസർ കറക്റ്റ് ആണ്. ഇത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് -1 I -1 onto I0 -1. I0 -1ലേക്ക് -1 I -1നെ മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്സിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഴുതി നോക്കാം നമുക്ക്. Z1 equal to -1, Z2 equal to I, Z3 equal to -1 and Z4 equal to Z. W1 equal to I, W2 equal to 0, W3 equal to -I, W4 equal to W. Cross ratio ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്രോസ് റേഷ്യോ പ്രിസർവ് ചെയ്യുന്നുള്ളതുകൊണ്ട് Z1, cross ratio of Z1, Z2, Z3, Z4 is equal to cross ratio of W1, W2, W3, W4. Cross ratio എഴുതുക. Z1 minus Z2 into Z3 minus Z4 divided by Z2 minus Z3 into Z4 minus Z1. That is equal to W1 minus W2 into W3 minus W4 divided by W2 minus W3 into W4 minus W1. Okay.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കിതിൽ ആ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. -1 മൈനസ് ഐ ഇൻറ്റു -1 മൈനസ് z ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 ആണ്. അപ്പം I മൈനസ് -1 ഇൻറ്റു z മൈനസ് -1 ഈക്വൽ ടു ഇവിടെ I മൈനസ് 0 ഇൻറ്റു minus I minus W divided by 0 minus I into W minus I. ഒരു മൈനസ് വരുന്നുണ്ട്, എഴുതിയപ്പോൾ വിട്ടുപോയതാണ്, മൈനസ് ഉണ്ട്. അപ്പൊ ഇത് പ്ലസ് ആവും. ദെൻ ഇതെന്നൊക്കെ ഒരു മൈനസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇതൊന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇതൊക്കെ പ്ലസ് ആവും. ഇതൊന്ന് മൈനസ് ഔട്ട് സൈഡ് ഇതൊക്കെ പ്ലസ് ആവും. അപ്പൊ മൈനസ് മൈനസും കൂടെ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 1 പ്ലസ് I ഇൻറ്റു 1 പ്ലസ് Z ഡിവൈഡഡ് ബൈ ഇവിടെ ഓൾറെഡി അത് I പ്ലസ് 1 ഇൻറ്റു Z പ്ലസ് 1 ആയിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു മൈനസ് ഔട്ട് സൈഡ് എടുക്കുക, മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഇതൊന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ I പ്ലസ് W ഡിവൈഡഡ് ബൈ ദെൻ ഇവിടെ ഓൾറെഡി മൈനസ് മൈനസ് പ്ലസ് ആയിട്ടുണ്ട്. അപ്പൊ I ഇൻറ്റു W മൈനസ് I എന്ന് വരും അല്ലെ. 1 പ്ലസ് ഐയും 1 പ്ലസ് ഐയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 1 പ്ലസ് സെറ്റും Z പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഐയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ മൈനസ് ആണ് വരിക. ഈ 1 ഈക്വൽ ടു മൈനസ് I പ്ലസ് W ഡിവൈഡഡ് ബൈ W മൈനസ് I. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ W മൈനസ് I ഈക്വൽ ടു മൈനസ് I മൈനസ് W. ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. ഈ മൈനസ് മൈനസ് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിനങ്ങോട്ട് കൊണ്ടുവന്നാൽ 2W ഈക്വൽ ടു 0. W ഈക്വൽ ടു 0 എന്നാണ് വരിക. W ഈക്വൽ ടു 0 ആണ് ഈ പറഞ്ഞ രീതിയിലുള്ള മാപ്പിംഗ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് -I 0I ഓൺ ടു 0 -1 ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫിനിറ്റി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ പോലെ നമ്മൾ സെലക്ട് ചെയ്യുക. Z1 ഈക്വൽ ടു -I, Z2 ഈക്വൽ ടു 0, Z3 ഈക്വൽ ടു I, then Z4 ഈക്വൽ ടു Z, then W1 ഈക്വൽ ടു -0, W2 ഈക്വൽ ടു -1 ആൻഡ് W3 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. പക്ഷെ നമുക്ക് അതിനെ W3 തന്നെ എടുക്കാം. എന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. W4 ഇസ് ഈക്വൽ ടു W. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫിനിറ്റി ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഫിനിറ്റി വരുന്നോടത്ത് നമുക്ക് അവിടെ വാരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഫിനിറ്റി ഈക്വൽ ടു ലിമിറ്റ് ω3 അല്ലെങ്കിൽ W3 ടെൻസ് ടു ഇൻഫിനിറ്റി W3. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റിന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. എന്താ കൊടുക്കുന്നത്? W3 എന്നാ കൊടുക്കുന്നുള്ളൂ. ആ ഒരു പോയിന്റിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ലിമിറ്റ് കൊടുക്കാണ്ട് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് W3 ഇൻഫിനിറ്റി വരുന്ന എവിടെയാണോ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂ, പൊസിഷൻ വാല്യൂ തന്നെ നമ്മൾ എടുത്താൽ മതി. ഇൻഫിനിറ്റി എടുക്കണ്ട. ദെൻ ക്രോസ് റേഷ്യോ എഴുതാം. Z1, Z2, Z3, Z4 ഈക്വൽ ടു W1, W2, W3, W4. That is Z1 minus Z2 into Z3 minus Z4, Z4 divided by Z2 minus Z3 into Z4 minus Z1 equal to W1 minus W2 into W3 minus W4 divided by W2 minus W3 into W4 minus W1. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ. നമുക്ക് ഇതിലെ പോയിന്റ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പോയിന്റുകൾ ഓരോന്നോരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -I -0 into I minus Z divided by 0 minus I into Z minus I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0 minus -1 into W3 minus W. ഓക്കെ, ശ്രദ്ധിക്കണം. then അടുത്തത് -1 minus W3 into W minus 0. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റിക്ക് പകരം നമ്മൾ അവിടെ ആ പൊസിഷൻ വാല്യൂ ആയിട്ടുള്ള W3 തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാതെ -I into I minus Z divided by -I into Z plus I equal to -1 into W3 minus W divided by
W ഇൻറ്റു അല്ലെ W ഇൻറ്റു ഇവിടുത്തെ ഒരു മൈനസ് നമുക്ക് ഔട്ട് സൈഡ് തേക്കാലോ. അപ്പോ W3 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടുത്തെ മൈനസ് ഐ കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ മൈനസ് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരുന്നത് I മൈനസ് Z ബൈ Z പ്ലസ് I ഈക്വൽ ടു W3 മൈനസ് W ബൈ W ഇൻറ്റു W3 പ്ലസ് 1. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ W എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പൊ ആ ഇൻഫിനിറ്റി കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ തന്നിട്ടുള്ള പോയിന്റിന് ഒരു ലിമിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിമിറ്റ് W3 ടെൻസ് ടു ഇൻഫിനിറ്റി W3 മൈനസ് W ബൈ W ഇൻറ്റു W3 പ്ലസ് 1. ഓക്കെ, അപ്പൊ W3ക്ക് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് ബൈ ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് ഇതിനകത്ത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള വഴി W3 ഔട്ട് സൈഡ് എടുക്കുക. ലിമിറ്റ് W3 ടെൻസ് ടു ഇൻഫിനിറ്റി W3 ഇൻറ്റു, ഇപ്പൊ W3 വന്നിടത്ത് 1 വരും, W ബൈ W3 ഡിവൈഡഡ് ബൈ W ഇൻറ്റു, again ഇവിടുന്ന് W3 നമ്മൾ പുറത്തേക്ക് എടുക്കും, W3 ഇൻറ്റു 1 പ്ലസ് 1 ബൈ W3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഈ W3 നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ വരുന്ന W3 നിങ്ങൾക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ W ബൈ ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി എന്താണ്, ലിമിറ്റിംഗ് കേസിൽ 1 ബൈ ഇൻഫിനിറ്റി 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു വാല്യൂ 0 ആയി പോകും. 1 ബൈ ഇൻഫിനിറ്റി അഗൈൻ 0 ആയി പോകും. ബാലൻസ് ഇവിടെ വരുന്നത് 1 ബൈ W ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ലിമിറ്റിംഗ് കേസിൽ നമുക്ക് കിട്ടിയ ആൻസർ 1 ബൈ W ആണ്. ഇതിപ്പോ ലിമിറ്റ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. W3 പുറത്തേക്ക് എടുക്കുക, കട്ട് ചെയ്ത് കളയുക, 1 ബൈ W3 വന്ന് ഞാൻ 0 എന്ന് എഴുതാം, ഡയറക്റ്റ് ആയിട്ട് 1 ബൈ W എന്ന് കിട്ടും. അപ്പൊ ആൻസർ വരുന്നത് I മൈനസ് Z ബൈ Z പ്ലസ് I ഈക്വൽ ടു 1 ബൈ W. നമുക്ക് എഴുതേണ്ടത് W ഈക്വൽ ടു റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്താ വരിക, Z പ്ലസ് I ബൈ I മൈനസ് Z. ഇതാണ് ഇവിടുത്തെ നമ്മുടെ കൺഫോമൽ മാപ്പിംഗ്. അപ്പൊ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഫിനിറ്റി വരുന്ന കേസുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇൻഫിനിറ്റി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ഇൻഫിനിറ്റിക്ക് പകരം നമ്മൾ W3 തന്നെ എടുക്കുക. എന്നിട്ട് ആ W3 വരുന്ന ലിമിറ്റിംഗ് കേസിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.